ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് HSST കൊമേഴ്സിൽ റിസർച്ചിൽ വരുന്ന ടൈപ്സ് ഓഫ് സ്കെയിൽ എന്നൊരു പാർട്ടാണ്. നമുക്കറിയാം മെയിനായിട്ടും സ്കെയിൽസ് 4 ടൈപ്പിലാണുള്ളത്. അതിൽ ആദ്യത്തത് നോമിനൽ, സെക്കൻഡ് വൺ ഓർഡിനൽ, പിന്നെ ഇൻ്റർവെൽ ആൻഡ് റേഷ്യോ. ഓക്കെ, ഈ 4 ടൈപ്പ് സ്കെയിൽസാണ് നമുക്ക് പഠിക്കേണ്ടത്. സിമ്പിളാണ് സാധനം. നോമിനൽ ഓക്കെ. നോം എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നെയിംസൊക്കെ ചിന്തിക്കാം. ഓക്കെ, നോമിനൽ വേരിയബിൾസ് ആർ യൂസ്ഡ് ഫോർ ലേബലിംഗ് വേരിയബിൾ വിത്തൗട്ട് എനി ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ. എൻ്റെ പേര് സ്നേഹ, എൻ്റെ അനിയൻ്റെ പേര് കുട്ടു വിചാരിക്കും. ഓക്കെ, അപ്പോൾ സ്നേഹ, കുട്ടു അല്ലെങ്കിൽ സ്കൈ, മൂൺ ഇങ്ങനെയുള്ള, അതായത് വേരിയബിൾസിന് ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നോമിനൽ വേരിയബിൾ എന്ന് പറയാം, സ്കെയിൽ എന്ന് പറയാം. ആൻഡ് ഇതിന് ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, ദേ കാറ്റഗറൈസ് ഡാറ്റ ബട്ട് ഡു നോട്ട് ഇംപ്ലൈ എനി ഓർഡർ ഓർ റാങ്കിങ്. ഇപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ അങ്ങനെയൊക്കെ പറയുന്നത് കൺട്രീസിൻ്റെയൊക്കെ നെയിം പറയുന്നു. ഇതും ഒരു വേരിയബിൾ തന്നെയല്ലേ. പക്ഷേ ഇവിടെ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ 5 ഗ്രേറ്റർ ആണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതായത് നമുക്ക് ഓർഡർ ചെയ്യാനോ റാങ്കിങ് ചെയ്യാനോ ഒന്നും നോമിനൽ സ്കെയിലിൽ പോസിബിൾ അല്ല. നെക്സ്റ്റ് വൺ ഓർഡിനൽ. ഓർഡിനൽ എന്ന് പറഞ്ഞാൽ ഓർഡിനൽ വേരിയബിൾസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഓർഡർ ഓർ റാങ്ക് ഓഫ് വാല്യൂസ് ബട്ട് ദ ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ വാല്യൂസ് ആർ നോട്ട് നെസസറി ഈക്വൽ ഓർ മീനിങ്. എന്താണ് പറയുന്നത്? ഓർഡിനൽ വേരിയബിൾ എന്ന് പറയുന്നത് നമുക്ക് ഇൻഫർമേഷൻ തരികയാണ്. ഓക്കെ, ഇൻഫർമേഷൻ തരികയാണ് ആൻഡ് ഇത് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റാങ്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഓക്കെ, ഞാനൊരു ഫുഡ് കഴിച്ചു, ഞാനൊരു ബിരിയാണി കഴിക്കുകയാണ്. ബിരിയാണി കഴിച്ചിട്ട് ഞാൻ പറയാണ് ഒരു ഷോപ്പത്തെ അല്ലെങ്കിൽ ഒരിക്സത്തെ ബിരിയാണി നമ്മുടെ വേറെ എടുത്തെങ്കിൽ ബിരിയാണീനേക്കാളും ബെറ്ററാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയാറില്ല നമ്മൾ. ഇവിടെ ബെറ്റർ ആണ് ദാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ ലെസ് സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ മോർ സാറ്റിസ്ഫൈഡ് ആണ്, അങ്ങനെയൊക്കെ പറയുന്ന കേസല്ലേ. ഓക്കെ, നമുക്ക് ഇവിടെ നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റും. അതായത് ഏതാണ് ബെറ്റർ, ഏതാണ് റാങ്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ റാങ്ക് തമ്മിലുള്ള ഇൻ്റർവെൽ എത്രയാണ്, അല്ലെങ്കിൽ 5 ആണോ ബെറ്റർ, അല്ലെങ്കിൽ 5 ആണോ കൂടുതൽ, 10 ആണോ കൂടുതൽ നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഓർഡിനൽ സ്കെയിലിൽ പറ്റുള്ളൂ. ആൻഡ് ഇവർ തമ്മിലുള്ള ഇൻ്റർവെൽ എത്രയാണ്, അല്ലെങ്കിൽ എത്രയാണ് ഡിഫറൻസ് ഉള്ളതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതായത് റിലേറ്റീവ് പൊസിഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഡിനൽ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ക്ലാസ് റാങ്ക്, ക്ലാസ്സിലെ പിള്ളേരുടെ റാങ്ക് ഒക്കെ പറയുന്നില്ലേ, 1ാം റാങ്ക്, 2ാം റാങ്ക്, 3ാം റാങ്ക് അതൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ സർവേ റേറ്റിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇൻ്റർവെൽ വേരിയബിൾ. ഇൻ്റർവെൽ പറഞ്ഞിട്ട് ഞാൻ റേഷ്യോ പറയാം കേട്ടോ, കാരണം റേഷ്യോ ആണ് ഹയസ്റ്റ് എന്ന് പറയുന്നത്. ഹയസ്റ്റ് മെഷർമെൻറ്റ് സ്കെയിൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇൻ്റർവെൽ വേരിയബിൾ എന്ന് പറയുന്നത് അലോ ഫോർ മീനിങ് ഫുൾ ഇൻ്റർവെൽ ബിറ്റ്വീൻ മെഷർമെൻറ്റ് വിച്ച് മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂസ് ഈസ് ഇൻ്റർപ്രറ്റബിൾ. നമുക്ക് നേരത്തെ നമ്മൾ ബിരിയാണിയുടെ കാര്യം പറഞ്ഞില്ലേ, ഒരു സ്ഥലത്ത് ബിരിയാണി കഴിച്ചു, ഇത് ഇപ്പുറം ബിരിയാണി കഴിച്ചു. ഇവിടെയുള്ള ഇൻ്റർവെല്ല് അല്ലെങ്കിൽ ഈ ഡിഫറൻസിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്താ പറയുക, ഇൻ്റർവെൽ വേരിയബിൾ എന്ന് പറയാം. നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇൻ്റർവെൽ വേരിയബിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇവിടെ ചോദിക്കാം ഏതിലാണ് ഒരു ട്രൂ 0 പോയിൻ്റ് ഇല്ലാത്തത് എന്നുള്ള തരത്തിലായിരിക്കും ചോദ്യം വരിക. ഓക്കെ, ഒരു ട്രൂ 0 പോയിൻ്റ് ഇല്ലാത്തത് എന്നുള്ള തരത്തിലുള്ള ചോദ്യം വരുന്നതായിരിക്കും ഈ ഇൻ്റർവെൽ വേരിയബിൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇറ്റ് അലോ ഫോർ മീനിങ് ഫുൾ ഇൻ്റർവെൽ ബിറ്റ്വീൻ മെഷർമെൻറ്റ് വിച്ച് മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂസ് ഈസ് ഇൻ്റർപ്രറ്റബിൾ. ഒരു 2 വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത് ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 10 ഡിഗ്രി 11 ഡിഗ്രി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 ഡിഗ്രി. ഓക്കെ, അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ്റർവെൽ സ്കെയിലിൽ ഒരു ട്രൂ 0 പോയിൻ്റ് ഇല്ല. അതായത് ട്രൂ ആയിട്ട് ഒരിക്കലും 0 എന്നൊരു സംഭവം ഇല്ലല്ലോ. ചൂട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എന്തായാലും ഉണ്ട്, അത് എത്രയും കഴിഞ്ഞിട്ട് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ട്രൂ 0 പോയിൻ്റ് ഇല്ല എന്നതാണ് ഇൻ്റർവെൽ വേരിയബിളിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് റേഷ്യോ വേരിയബിൾ ആണ്. റേഷ്യോ വേരിയബിൾ ഹാവ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻ്റർവെൽ വേരിയബിൾ ഇൻക്ലൂഡിങ്. എന്താണ് ഇവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളത്?
മീനിങ് ഫുൾ ആയിട്ടുള്ള ഓക്കെ ഒരു ട്രൂ 0 പോയിൻ്റ് ഉണ്ട്. ഒരു ട്രൂ 0 പോയിൻ്റ് ഇവിടെ ഉണ്ട്. ഇൻ്റർവെല്ലും റേഷ്യോ തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻ്റർവെല്ലിൽ ട്രൂ 0 പോയിൻ്റ് ഇല്ല, റേഷ്യോയിൽ ട്രൂ 0 പോയിൻ്റ് ഉണ്ട്. മീൻസ് എ ട്രൂ 0 പോയിൻ്റ് സിഗ്നിഫൈസ് കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ദി ക്വാണ്ടിറ്റി. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഡിസ്റ്റൻസ് നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് ഡിസ്റ്റൻസ് ഞാൻ 0 അല്ലെങ്കിൽ 0 കിലോമീറ്ററാണ് ട്രാവൽ ചെയ്തത്, അല്ലാതെ -1 കിലോമീറ്റർ ട്രാവൽ ചെയ്തു നമ്മൾ പറയില്ലല്ലോ, ഒരു മൈനസിലോട്ട് പോവില്ലല്ലോ. ഇൻ്റർവെൽ വേരിയബിളിൽ അങ്ങനെയല്ല, നമുക്ക് മൈനസിലോട്ടും പ്ലസിലോട്ടും അങ്ങനെ വേണമെങ്കിൽ പോവാം. പക്ഷേ റേഷ്യോയിൽ ഒരു ട്രൂ 0 പോയിൻ്റ് ഉണ്ട് ആൻഡ് അതിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള വാല്യൂ മാത്രമേ ഇവിടെ വരുള്ളൂ. ഹൈറ്റ്, വെയിറ്റ്, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ ഹൈറ്റ് -150 സെൻറ്റിമീറ്ററാണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ 4 പോയിൻ്റ് ഓർത്ത് വെക്കാം. ആദ്യം പറഞ്ഞത് നോമിനൽ എന്ന് പറയുമ്പോൾ നെയിംസ് ഒക്കെ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ജെൻഡർ, നാഷണാലിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓർഡിനൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ മോർ സാറ്റിസ്ഫൈഡ് അങ്ങനെയുള്ള കാര്യം, റിലേറ്റീവ് പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ ട്രൂ 0 പോയിൻ്റ് ഉണ്ടാവും, ഒരു ടെമ്പറേച്ചറൊക്കെ എക്സാമ്പിളായിട്ട് ഓർത്ത് വെക്കുക. കാരണം റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഹൈറ്റ്, വെയിറ്റ്